ശുഭാംശു ശുക്ലയുടെ കുടുംബം അച്ഛനും അമ്മയും ഒക്കെ ഈ ദൃശ്യങ്ങൾ കാണുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കണ്ടിരുന്നു. അവർ ഇന്നലെ ഈ ഒരു യാത്ര വിക്ഷേപണം നടക്കുമ്പോൾ പെട്ടെന്ന് മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ വളരെ കുപ്പുകൈകളോടെ ആ ഒരു സന്തോഷ നിമിഷത്തിന് അവർ സാക്ഷികളാവുകയായിരുന്നു. കാര്യമായി ഒന്നും പ്രതികരിച്ചിരുന്നില്ല. പിന്നീട് ഇന്ന് ആ ഡോക്കിംഗ് എന്നത് ഈ യാത്രയുടെ ഏറ്റവും നിർണായകമായ ഘട്ടമാണല്ലോ. ഇനിയുള്ള 14 ദിവസം അവർ ആ സ്പേസ് സ്റ്റേഷനിൽ തുടരും. പിന്നെ തിരിച്ചിങ്ങോട്ടുള്ള യാത്രയാണ് അടുത്ത ഘട്ടം. എന്തായാലും വലിയ സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒക്കെ നിമിഷമാണ് അച്ഛനും അമ്മയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ശുഭാംശു ശുക്ലയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് ഈ യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ സജ്ജനാക്കുന്നതിൽ എത്രത്തോളം പങ്കുവഹിച്ചു, എത്ര കരുത്തോടുകൂടി തൻ്റെ ഒപ്പം നിന്നു, ഒരുപക്ഷെ നീയില്ലായിരുന്നെങ്കിൽ ഈ യാത്ര സാധ്യമാകുമായിരുന്നില്ല എന്ന നിലയിലേക്ക് തന്നെ അദ്ദേഹം പറയുന്നത് പോലെ ഒരു കുടുംബം എങ്ങനെയാണ് ഒരു മനുഷ്യനെ അവൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെയുള്ള സഞ്ചാരത്തിൽ പിന്തുണയാകുന്നത് എന്നുകൂടിയാണ് ശുഭാംശു ശുക്ലയുടെ ഈ ഒരു ചരിത്ര യാത്രയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛനമ്മ, കുടുംബം ഒക്കെ, ആ നാട്ടുകാരൊക്കെ വലിയ സന്തോഷത്തിലാണ്. നമ്മുടെ വ്യോമസേനയെ സംബന്ധിച്ചും അഭിമാനത്തിൻ്റെ നിമിഷമാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷങ്ങളാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി നൽകിയത്. വ്യോമസേനയുടെ നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ പറപ്പിച്ചിരുന്ന സുഖോയി അടക്കമുള്ള ഫൈറ്റർ ജെറ്റുകൾ പറപ്പിച്ചിരുന്ന നമ്മുടെ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ലോകത്തിൻ്റെ ശാസ്ത്ര പരിവേഷണങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ദൗത്യത്തിൽ പങ്കാളിയാവുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച്, വ്യോമസേനയെ സംബന്ധിച്ച്, നമ്മൾ ഓരോ ഭാരതീയനെ സംബന്ധിച്ച് അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ യാത്രയ്ക്ക് വേണ്ടി ഇന്ത്യ ചെലവാക്കുന്ന 550 കോടി എന്നത് നമ്മുടെ വരുംകാല ബഹിരാകാശ ദൗത്യങ്ങൾക്ക് മറ്റു പല മേഖലകളിലും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന, കമ്മ്യൂണിക്കേഷൻ ആകട്ടെ, ആരോഗ്യം, കൃഷി, അങ്ങനെ വിവിധ മേഖലകളിൽ ഇന്ത്യയുടെ നമ്മുടെ ത്രിവർണ്ണ പതാകകൾ പിടിച്ചുകൊണ്ടാണ് ആ കുടുംബം, ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകകൾ പിടിച്ചുകൊണ്ട് ആ കുടുംബം ആ സന്തോഷ നിമിഷത്തിൽ പങ്കാളികളാവുകയാണ്. Esteemed members of the media fraternity, the family and all of our audience would like to witness this live on screen. ഇന്നലെ ശുഭാംശു ശുക്ലയുടെ ആ യാത്രയ്ക്ക് ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശമുണ്ട്. എൻ്റെ ചുമലിലേറുന്ന ത്രിവർണ്ണ പതാകകൾ എന്നെ കൂടുതൽ ഉത്തരവാദിത്തോടെ അല്ലെങ്കിൽ കൂടുതൽ അഭിമാനത്തോടെ ഈ യാത്രയുടെ ഭാഗമാകാൻ പ്രേരിപ്പിക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഓരോ ഭാരതീയനും എനിക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഓരോ ഭാരതീയൻ്റെയും ഹൃദയത്തിൽ ഇടം നേടുന്നു. ഈ ചരിത്ര യാത്രയിൽ നിങ്ങളേവരെയും ഞാൻ ക്ഷണിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ആ സന്ദേശം അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം ഈ ക്യാപ്സ്യൂളിനുള്ളിൽ നിന്നുള്ള വളരെ കൗതുകരമായ ഈ 4 പേരും തമ്മിലുള്ള ആ ഒരു സന്തോഷം പങ്കുവയ്ക്കൽ, ആ യാത്രയുടെ രസകരമായ കാഴ്ചകൾ, ഒപ്പം ഈ യാത്രയുടെ പേര് ഗ്രേസ് എന്ന ആ പേര് എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ എത്ര മഹത്തരമായ മനുഷ്യൻ്റെ അറിവ് തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയ്ക്ക് അവസാനമില്ല, അല്ലെങ്കിൽ ആ ഏതൊക്കെ ചക്രവാളങ്ങളെ ഭേദിച്ച് നമുക്ക് യാത്രകൾ തുടരാൻ കഴിയും എന്ന മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാണ് ഈ യാത്ര. അപ്പോൾ അതിൻ്റെ ആ ഒരു വിസ്ഡം എന്ന മഹത്തായ അറിവിനെ തേടിയുള്ള യാത്രയുടെ ഭാഗമായി ഒരു അരയന്നത്തിൻ്റെ കുഞ്ഞു രൂപമൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ക്യാപ്സ്യൂളിൽ, ഈ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ നിന്ന് അകത്തുനിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. അച്ഛനും അമ്മയും ഒക്കെ സന്തോഷപൂർവ്വം Ladies and gentlemen, it's time to keep your mobile phones ready with the flashlights on. Raise it up, high up above, and start waving it. Ladies and gentlemen, your cell phones, your lights, reaching up to the skies any moment. We're all waiting for this moment. ഫോണിൻ്റെ ലൈറ്റുകൾ തെളിച്ച് ഈ സന്തോഷ നിമിഷത്തിൽ പ്രകാശത്തിൻ്റെ ഒരു പ്രഭ കൂടി ചേർക്കുകയാണ്. പ്രകാശം, അറിവ്, ജ്ഞാനം, ഇതൊക്കെ മനുഷ്യനെ കൂടുതൽ ഇടങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നതാണ്. കൂടുതൽ അറിവുകൾ നേടിയെടുക്കാനുള്ള യാത്ര മനുഷ്യൻ്റെ രക്തത്തിലുള്ളതാണ്. ആ യാത്രയുടെ ഏറ്റവും പുതിയ ഘട്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നിൽ നമ്മൾ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു വലിയ നിമിഷം, അല്ലെങ്കിൽ ചരിത്രപരമായ നിമിഷത്തിൻ്റെ സാക്ഷികളായി മാറുകയാണ് ഇന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരുമെന്നത് നമ്മളെ സംബന്ധിച്ച് നേരത്തെ ശ്രീ ഡോക്ടർ പ്രിൻസ് പ്രസാദ് സൂചിപ്പിച്ച പോലെ 70-ൽ വളരെ
വളരെ ലളിതമായൊരു തുടക്കം അല്ലെങ്കിൽ ബഹിരാകാശ രംഗത്തേക്ക് പിച്ച വെച്ച് തുടങ്ങിയ നമ്മൾ ഇന്ന് ഈ 2025-ലെത്തുമ്പോൾ ലോകത്തിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ആകാശത്തേക്ക് അയക്കുന്ന മറ്റു രാജ്യങ്ങൾക്കുമൊക്കെ വേണ്ടി ആകാശത്തേക്ക് ഉപഗ്രഹങ്ങൾ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും എഫിഷ്യൻ്റായി അയക്കാൻ കഴിയുന്നൊരു ബഹിരാകാശ ഏജൻസിയായി നമ്മുടെ ISRO ഇസ്രോ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനം മാറിയെങ്കിൽ അതിൽ സൈക്കിളിന് പിന്നിൽ റോക്കറ്റ് വെച്ച് കെട്ടി യാത്ര തുടങ്ങിയ ശാസ്ത്രജ്ഞർ മുതൽ ഇങ്ങോട്ട് ഇതുവരെ ഇപ്പോൾ ഈ അറ്റത്ത് പ്രവർത്തിക്കുന്നവരടക്കം അങ്ങനെ എത്രയോ തലമുറകളുടെ അല്ലെങ്കിൽ എത്രയോ മനുഷ്യരുടെ തലച്ചോറുകൾ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് ശുഭാംശു ശുക്ല 400 കിലോമീറ്ററുകൾക്ക് മുകളിൽ ബഹിരാകാശ നിലയത്തിൽ ഒരു ഭാരതീയൻ്റെ സ്പർശമായി ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സന്തോഷം അത് ഈ രാജ്യത്തിൻ്റെ സന്തോഷമായി മാറുകയാണ്.